പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ വിലാപം പാടി, നിങ്ങൾ മാർത്തടിച്ചില്ല. യേശുവിന്റെ ഈ വാക്കുകൾ ഒരു കണ്ണാടി ഉയർത്തിപ്പിടിക്കുന്നു. അവന്റെ തലമുറയ്ക്ക് മാത്രമല്ല, നമ്മുടെ തലമുറയ്ക്കും. ഒരിക്കൽ ഒരു മുത്തച്ഛൻ തന്റെ പേരക്കുട്ടികളെക്കുറിച്ചുള്ള ഒരു കഥ പങ്കുവച്ചു. അവർ ഒരുമിച്ച് കളിക്കുമ്പോൾ അവരിൽ ഒരാൾ ചിലപ്പോൾ പറയുമായിരുന്നു, എന്റെ കളിയാണെങ്കിൽ നിങ്ങൾ എന്റെ വഴി കളിക്കുക, മറ്റുള്ളവർ വിസമ്മതിച്ചാൽ അവൻ കൈകൾ കൂപ്പി, എങ്കിൽ ഞാൻ കളിക്കുന്നില്ല എന്ന് പറയും. എല്ലാവരും അവന്റെ മാനസികാവസ്ഥ പിന്തുടരേണ്ടതുണ്ട്. ആ ആത്മാവിന് യേശുവിൻ നന്നായി അറിയാമായിരുന്നു. അവൻ അത് തന്റെ കാലത്തെ ആളുകളിൽ കണ്ടു. അവൻ ഇപ്പോഴും അത് നമ്മിൽ കാണുന്നു. മനുഷ്യഹൃദയത്തിൽ ഒരിക്കലും സംതൃപ്തി തോന്നാത്ത ഒരു അസ്വസ്ഥതയുണ്ട്. അത് പരാതികൾക്ക് പിന്നിൽ, നിന്ദാത്മകതയ്ക്ക് പിന്നിൽ, നിരന്തരമായ തിരക്കിന് പിന്നിൽ പോലും മറഞ്ഞിരിക്കുന്നു. ഒന്നും ഒരിക്കലും ശരിയല്ല. സന്ദേശം വളരെ ശക്തമാണെങ്കിൽ അതിന് അനുകമ്പയില്ലെന്ന് ഞങ്ങൾ പറയും. അത് വളരെ സൗമ്യമാണെങ്കിൽ അതിന് ബോധ്യമില്ലെന്ന് ഞങ്ങൾ പറയും. ഇത് ഒരുതരം ആത്മീയ ഗോൾഡിലോക്സ് സിൻഡ്രോം ആയി മാറുന്നു. അവിടെ ദൈവം പറയുന്നതൊന്നും ശരിയായി തോന്നുന്നില്ല. ചന്തസ്ഥലത്തെ കുട്ടികളുടെ പ്രതിച്ഛായുള്ള ഈ അസ്വസ്ഥമായ ആത്മാവിനെ യേശു വിവരിക്കുന്നു. ഞങ്ങൾ കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ വിലാപം പാടി, നിങ്ങൾ മാർത്തടിച്ചില്ല. മറ്റുള്ളവർ എപ്പോൾ സന്തോഷിക്കണമെന്നും എപ്പോൾ വിലപിക്കണമെന്നും തീരുമാനിക്കാൻ അവർ ആ നിമിഷം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ സ്നാപകനും യേശുവും അവരുടെ കളി കളിക്കാൻ വിസമ്മതിക്കുമ്പോൾ ജനക്കൂട്ടം അവരെ നിരസിക്കുന്നു. യോഹന്നാൻ ഉപവസിക്കുന്നവനും കർശനായവനും ലളിതമായി ജീവിക്കുന്നവനും ആളുകളെ മാനസാന്തരപ്പെടാൻ വിളിക്കുന്നവനുമായി വരുന്നു. ജനക്കൂട്ടം തനിക്ക് ഒരു ഭൂതമുണ്ടെന്ന് പറയുന്നു. വളരെ പരുഷവും വളരെ വിചിത്രവുമാണ്. യേശു തിന്നുകയും കുടിക്കുകയും പാപികളെ സ്വാഗതം ചെയ്യുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നു. പിന്നെ അതേ ആളുകൾ പറയുന്നു, നോക്കൂ, ഒരു ഭക്ഷണപ്രിയനും മദ്യപാനിയും വളരെ സന്തോഷവാനും തെറ്റായ ആളുകളോട് വളരെ സൗഹൃദപരവുമാണ്. നിങ്ങൾക്ക് ഈ മാതൃക കാണുന്നുണ്ടോ? പരിവർത്തനം നിരസിക്കുന്ന ഒരു ഹൃദയം ഒരിക്കലും തൃപ്തിപ്പെടില്ല. ദൈവം നീതിയോടെ വന്നാൽ നമ്മൾ അവനെ പരുഷമെന്ന് വിളിക്കുന്നു. ദൈവം കരുണയോടെ വന്നാൽ നമ്മൾ അവനെ ദുർബലനെന്ന് വിളിക്കുന്നു. പലപ്പോഴും ദൈവം നമ്മുടെ പ്രതീക്ഷകൾക്ക് അനുസൃതമായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമുക്ക് വിശ്വാസത്തോട് അതേ രീതിയിൽ പെരുമാറാം. നമ്മുടെ സമയക്രമത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും എന്നാൽ ഒരിക്കലും നമ്മോട് മാറ്റം ആവശ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരാൾ. ജീവിതം ഭാരമേറിയതാകുകയും സ്വർഗം നിശബ്ദമാകുകയും ചെയ്യുമ്പോൾ ചന്തസ്ഥലത്തെ കുട്ടികളെപ്പോലെ നമ്മൾ കൈകൾ കൂപ്പി പറയും, കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഞാൻ കുഴലൂതി, പക്ഷേ നീ നൃത്തം ചെയ്തില്ല. ഒരിക്കൽ ഒരാൾ ഒരു ചെറിയ പ്രാർത്ഥനാജയം സൂക്ഷിച്ചു. ഒരു ദിവസം അദ്ദേഹം എഴുതി, ദൈവം എന്റെ ജീവിതം എളുപ്പമാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 7 പ്രയാസകരമായ ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ വാക്കുകൾ വെട്ടിക്കളഞ്ഞു. പകരം എഴുതി, അവൻ അത് എളുപ്പമാക്കിയില്ല, അവൻ എന്നെ ശക്തനാക്കി. ആദ്യം അദ്ദേഹം ഒരു മാന്ത്രികനെ ആഗ്രഹിച്ചു. പതുക്കെ അദ്ദേഹം ഒരു രക്ഷകനെ കണ്ടെത്തി. വിശ്വാസം വിനോദമല്ല, വിശ്വാസം കുരിശിന്റെ രഹസ്യത്തിൽ പങ്കുചേരലാണ്. ലോകം ആശ്വാസം നൽകുന്നു, ക്രിസ്തു ധൈര്യവും വിശുദ്ധിയും നൽകുന്നു, എളുപ്പത്തിന് മാത്രമല്ല. കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവം ചിലപ്പോൾ പ്രാർത്ഥനയുടെ മധുരം, ഈ വികാരങ്ങൾ, ആവേശം നീക്കം ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ സ്നേഹം ശുദ്ധമാകും. ഈ ഇരുണ്ട രാത്രിയിൽ നാം ദൈവത്തെ പിന്തുടരുന്നത് വൈകാരികമായ ഉയർച്ചകൾക്കല്ല, യഥാർത്ഥ സ്നേഹത്തിന് വേണ്ടിയാണ്. കാരണം യേശു അപ്പം വർദ്ധിപ്പിക്കുമ്പോൾ മാത്രമേ നാം അവനിൽ പറ്റിപ്പിടിച്ചാൽ, അവൻ കുരിശ് ചുമക്കുമ്പോൾ നാം അകന്നുപോകും. ദൈവം നമ്മുടെ അനുഭാവത്തെ വികാരങ്ങളിലും ഉടൻ ഫലങ്ങളിലും ശുദ്ധീകരിക്കുന്നു. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചില്ലെന്ന് തോന്നുമ്പോഴും നിശബ്ദതയിൽ പോലും അവനിൽ വിശ്വസിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. ജ്ഞാനം അവളുടെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു എന്ന വരിയോടെയാണ് യേശു ഇന്നത്തെ സുവിശേഷം അവസാനിപ്പിക്കുന്നത്. യോഹന്നാന്റെ ഉപവാസം വഴിയൊരുക്കി. യേശുവിന്റെ മേശയിലെ കൂട്ടായ്മ പാപികളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. രണ്ടും ധ്യാനമായിരുന്നു. രണ്ടും നമ്മുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന ദൈവമായിരുന്നു, വ്യത്യസ്ത രീതികളിൽ ഒരേ രക്ഷയ്ക്ക് വേണ്ടി. നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെ സത്യമാണ്. ചിലപ്പോൾ ദൈവം നമ്മെ ഉപവാസത്തിലേക്ക് വിളിക്കുന്നു, ചിലപ്പോൾ വിരുന്നിലേക്ക്, ചിലപ്പോൾ കണ്ണീരിലേക്ക്, ചിലപ്പോൾ നൃത്തത്തിലേക്ക്. ഏതൊരു സീസണും സന്തോഷമോ സങ്കടമോ നമ്മെ സ്നേഹത്തിലേക്കും ക്ഷമയിലേക്കും ആഴമായ വിശ്വാസത്തിലേക്കും നയിക്കുന്നുവെങ്കിൽ അത് ജ്ഞാനമായി മാറും. അതിനാൽ ഈ ആഴ്ച നമ്മൾ ചന്തസ്ഥലത്ത് നിന്ന് പുറത്തു കടക്കേണ്ടതുണ്ട്. നമ്മുടെ സാഹചര്യങ്ങളിൽ അവൻ എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി ദൈവത്തെ വിധിക്കുന്നത് നിർത്തുക. നിങ്ങൾ സന്തോഷത്തിന്റെ ഒരു സീസണിലാണെങ്കിൽ കുറ്റബോധമില്ലാതെ സന്തോഷിക്കുക. നിങ്ങൾ ദുഃഖത്തിന്റെ ഒരു സീസണിലാണെങ്കിൽ അത് കുരിശിൽ സമർപ്പിക്കുക. എല്ലാ വേദനകളിൽ നിന്നും ഓടിപ്പോകാൻ ആവശ്യപ്പെടരുത്.
ദൈവം ദൈവമാകട്ടെ. എല്ലാവരെയും പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നതും നാം അവസാനിപ്പിക്കണം. യോഹന്നാനെ ഭ്രാന്തനെന്നും യേശുവിനെ ഭക്ഷണപ്രിയനും മദ്യപാനിയുമായവനെന്നും വിളിച്ചിരുന്നു. അതുകൊണ്ട് സുവിശേഷം ജീവിച്ചതിന് ആളുകൾ നമ്മളെ തെറ്റിദ്ധരിച്ചാൽ നമ്മൾ അതിശയിക്കേണ്ടതില്ല. നിങ്ങൾ സത്യത്തിനു വേണ്ടി നിലകൊള്ളുമ്പോൾ ചിലർ നിങ്ങളെ കർക്കശക്കാരനെന്ന് വിളിക്കും. നിങ്ങൾ അതിർത്തികളിലുള്ളവർക്ക് കരുണ കാണിക്കുമ്പോൾ മറ്റുള്ളവർ പറയും നിങ്ങൾ വളരെ മൃദുവാണ്. ഒടുവിൽ ഒരു അഭിപ്രായം മാത്രമേ പ്രധാനമാകൂ, ഒരാളുടെ പ്രേക്ഷകർ. ഈ ആഴ്ച ഒരു ലളിതമായ ചോദ്യം നമ്മോട് ചോദിക്കാം. ദൈവം നമ്മുടെ താളത്തിൽ നൃത്തം ചെയ്യുന്നതിനായി നാം ഇപ്പോഴും ചന്തസ്ഥലത്ത് കൈകൾ കെട്ടി നിൽക്കുകയാണോ? ഒരുപക്ഷേ ഇന്ന് എഴുന്നേൽക്കാനും ഹൃദയം തുറക്കാനും അവന്റെ സംഗീതത്തിന് അനുസരിച്ച് നൃത്തം ചെയ്യാനും നമ്മുടെ ഊഴമാണ്. ഇനം അപരിചിതമാണെങ്കിൽ പോലും അത് കുരിശിലൂടെ ശൂന്യമായ കല്ലറയിലേക്ക് നയിക്കുമെങ്കിൽ പോലും. കർത്താവായ യേശുവെ, നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയിൽ നിന്നും വിനോദത്തിനുള്ള ആഗ്രഹത്തിൽ നിന്നും തെറ്റിദ്ധരിക്കപ്പെടുമെന്ന ഭയത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. നിന്റെ സംഗീതം കേൾക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നീ വിലപിക്കുമ്പോൾ ഞങ്ങളെ മാനസാന്തരപ്പെടാൻ പഠിപ്പിക്കണമേ. കഷ്ടപ്പാടുകൾക്ക് കരുണയുടെ ഗാനം ആലപിക്കുമ്പോൾ അവരോടൊപ്പം നടക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പുനരുത്ഥാനത്തിന്റെ കുഴൽ ഊതുമ്പോൾ എഴുന്നേറ്റ് സന്തോഷത്തോടെ നൃത്തം ചെയ്യാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നീ ഒരിക്കലും നിരാശപ്പെടുത്താത്ത ജ്ഞാനമാണ്, ഒരിക്കലും മങ്ങാത്ത സംഗീതമാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.